സുന്നി ഐക്യം സ്വാഗതം ചെയ്ത SYS പഴയ കാലം ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഐക്യത്തിൽ കാലതാമസം പാടില്ലെന്നും SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ 24-നോട് പറഞ്ഞു. ഐക്യത്തെ തകർക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നുണ്ട് എന്നും വിമർശനമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സുന്നി സംഘടനയിലേക്ക് ഇരച്ചു കയറുന്നുവെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് ആണ് ഈ വാർത്ത. ആദ്യം പറഞ്ഞത് കേൾക്കാം. ഇത് സുന്നികളെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം ചെയ്യുന്നതാണ്. മുസ്ലിം സമുദായം പൊതുവായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളും ഗ്രാമങ്ങളിലും ഒക്കെ പരസ്പരം ശണ്ട കൂടി നിന്ന കഴിഞ്ഞ കാലങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഒന്നിച്ച് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത് കാന്തപുരം ഉസ്താദും അതിനെ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ സുന്നികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ല, ഐക്യം നടക്കണമെന്നതാണല്ലോ നമ്മുടെ ആഗ്രഹം. ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. കാരണം ആ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കഴിഞ്ഞതിന് ചർച്ച ചെയ്യാതെ വരും നാളുകളിൽ ഇതിനുള്ള സാധ്യതകളെ കുറിച്ചുകൊണ്ടാണ് സുന്നികളായ ആളുകൾ ചിന്തിക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പുതുതായി കണ്ടെത്തിയ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ കുതന്ത്രമാണ്, സംഘടനാ സംവിധാനത്തിലേക്ക് ഇരച്ചു കയറിയിട്ട്, സുന്നി സംഘടനാ സംവിധാനത്തിലേക്ക് ഇരച്ചു കയറിയിട്ട് അവരുടെ തലത്തിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ സമസ്തയിലുണ്ടായ വിഷയങ്ങളുടെ ഒരു പ്രധാന കാരണം അതാണ്. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി. അജി, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മറ്റു ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ SYS ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? അനുജ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്ത് പറയേണ്ടത് സമസ്തയുടെ ഇരുവിഭാഗങ്ങളുടെയും ഈ വലിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. സമസ്ത AP വിഭാഗത്തിന്റെ സമ്മേളനമാണ് ഇന്നലെ കോട്ടക്കലിൽ നടന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു കാസർഗോഡ് കുണിയയിൽ മറ്റൊരു സമ്മേളനം നടക്കുന്നത്. ഈ രണ്ട് സമ്മേളനങ്ങളിലും ഐക്യത്തെ, അതായത് ഇരു കൂട്ടരിലുമുള്ള ഐക്യത്തെ സ്വാഗതം ചെയ്തു. സുന്നി വിഭാഗങ്ങളുടെ ഐക്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ഈ രണ്ട് കൂട്ടരുടെയും പ്രമേയത്തിൽ ഒരേപോലെ പറഞ്ഞ കാര്യം ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ ഐക്യത്തെ പ്രധാനമായും എതിർക്കുന്നത്. സുന്നി സംഘടനകളുടെ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. മുസ്ലിം സമുദായം ആ ഐക്യത്തെ സ്വാഗതം ചെയ്യുന്നു. അനിവാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ് എന്നാണ് SYSന്റെ സംസ്ഥാന സെക്രട്ടറിയും സമസ്ത നേതാവും കൂടിയായ മുസ്തഫ മുണ്ടുപാറ ഇന്ന് നമ്മളോട് പ്രധാനമായും പറഞ്ഞത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഐക്യവുമായി ബന്ധപ്പെട്ട ഇതിനു മുൻപ് മുഷാവറ അംഗീകരിച്ചുകൊണ്ട് യോഗങ്ങൾ പലതവണ നടന്നിരുന്നു. കോവിഡിന് മുൻപ് തലത്തിൽ യോഗങ്ങൾ നടന്നു. ആ കാലഘട്ടത്തിലൊക്കെ തന്നെയും ഈ ഐക്യത്തെ സ്വാഗതം ചെയ്യുന്ന സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ ഈ ഐക്യത്തെ തകർക്കുവാൻ ശ്രമിച്ചു എന്നാണ് SYS പ്രധാനമായും പറയുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെടുത്തുകൊണ്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് എപ്പോഴും മറ്റ് സംഘടനകൾക്ക് എതിരുള്ള നിലപാടുകൾ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മതരാഷ്ട്രം എന്ന നിലപാടാണ്. അതിനെ പൂർണ്ണമായും സമസ്ത പൂർണ്ണമായും അതിനെ നിരാകരിക്കുന്നു എന്നാണ് മുസ്തഫ മുണ്ടുപാറ നമ്മളോട് പ്രധാനമായും പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദികളാണ്. ആ തീറിയിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു. ഇത് മാത്രമല്ല, സമസ്തയുടെ സ്ഥാപനങ്ങളിലടക്കം ജമാഅത്തെ ഇസ്ലാമി കേഡറുകൾ ഇരച്ചു കയറി അവിടെ മതരാഷ്ട്രമെന്ന ഭൗതിക ആശയത്തെ അടിച്ചമർത്തുവാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു വിമർശനവും കൂടി ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്. രണ്ട് സുന്നികളും ഒന്നിക്കരുതെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. രണ്ട് സുന്നികളും ഒരിക്കലും ഒന്നിക്കരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ചില നിഗൂഢ താല്പര്യങ്ങളോടുകൂടിയുള്ള ചില പ്രസ്താവനകളും ചില കടന്നുകയറ്റങ്ങളും ചില മാധ്യമങ്ങളിലൂടെ അവർ പ്രചരിപ്പിക്കുന്നു എന്ന തലത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞത്. ഈ ഐക്യവുമായി ബന്ധപ്പെട്ട ഇന്നലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമായും പറഞ്ഞത്, പണ്ട് മാതൃസംഘടനയിൽ നിന്ന് വിട്ടുപോയത് എന്തിനാണ് എന്ന് ചിന്തിക്കേണ്ടത്, എന്തിനാണ് അത് വിട്ടുപോയത് എന്ന് ചിന്തിക്കണമെന്നായിരുന്നു അദ്ദേഹം ഇന്നലെ പ്രധാനമായും പറഞ്ഞത്. അപ്പോൾ അതിനോടുള്ള ഈ SYSന്റെ, അതായത് സമസ്തയുടെ EK വിഭാഗത്തിന്റെ ഒരു പ്രതികരണം ഇങ്ങനെയാണ്. EK വിഭാഗം അതിനോട് പ്രതികരിച്ചത്, കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഓർക്കാൻ ആഗ്രഹിക്കുന്നല്ല, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും അത് കഴിഞ്ഞ കാലങ്ങളാണ്. ആ കാര്യത്തെ എല്ലാം തന്നെ മറക്കാം. അത് മറന്നുകൊണ്ട് തന്നെ ഈ ഒന്നിക്കുക, അതായത് സുന്നി ഐക്യം ഉടനെ തന്നെ നടപ്പിലാക്കുവാൻ ശ്രമിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹവും താല്പര്യവുമാണ് EK വിഭാഗം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഐക്യം, സുന്നി ഐക്യം ഒരു കാരണം വെച്ചാലും അത് നീട്ടിക്കൊണ്ട് പോകരുത്, അതിലൊരു കാലതാമസം പാടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഈ കേരളത്തിലെ സുന്നി വിശ്വാസികളിൽ ഐക്യം വളരെ അനിവാര്യം തന്നെയാണ്. ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന ഒരു നിലപാട് തന്നെയാണ് തങ്ങൾക്കുള്ളത് എന്നാണ് പറഞ്ഞത്. ഇന്നലെയായിരുന്നു കോട്ടക്കലിൽ AP വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പ്രമേയമാണ്. ആ പ്രമേയത്തിലാണ് ഈ പ്രമേയത്തോട് ഐക്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ SYSന്റെ സംസ്ഥാന സെക്രട്ടറിയും സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവായ മുസ്തഫ മുണ്ടുപാറ നമ്മളോട് പ്രതികരണം നടത്തിയത്. ഇതിൽ
ഏറ്റവും എടുത്ത് പറയേണ്ടത് അനുജ, രണ്ട് സമസ്തകളും EK വിഭാഗവും ഒപ്പം തന്നെ AP വിഭാഗവും ഇതിൽ പ്രധാനമായും എടുത്ത് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ ശക്തമായ ഭാഷയിൽ തന്നെ അവർ എതിർക്കുകയും ചെയ്യുന്നു. അവരുടെ പ്രസ്താവനകളോടും ഒപ്പം തന്നെ അവരുടെ പ്രതികരണങ്ങളോടെല്ലാം ശക്തമായി തന്നെ വിയോജിപ്പാണ് ഇരു കൂട്ടരും നടത്തിയിരിക്കുന്നത്. അനുജ, അതാണ് സുന്നി ഐക്യത്തിലാണ് ഇപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് വിവിധ നേതാക്കൾ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ SYSന്റെ നേതാവ് സംസ്ഥാന സെക്രട്ടറിയാണ് മുസ്തഫ മുണ്ടുപാറ 24നോട് സംസാരിച്ചത് ഐക്യം വേണം എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനവും അദ്ദേഹം നടത്തുന്നുണ്ട്. 24ന്റെ പ്രതിനിധി അജി കുഞ്ഞുമോനാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.